നമസ്കാരം. സേവന വഴിയിൽ മാതൃകയായ ഒരു മഹത് വ്യക്തിത്വത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ശ്രീ കൂറ്റപ്പള്ളിയിൽ KJ ജോസഫ് സാർ. തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നന്മയ്ക്കായി മാറ്റിവെച്ച അദ്ദേഹം കൂറ്റപ്പള്ളിയിൽ KJ ജോസഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് അതിലൂടെ 10,000-കണക്കിന് ആളുകൾക്ക് ആശ്രയവും നന്മയും താങ്ങും തണലുമായി മാറുകയാണ്. ലോകം എനിക്ക് എന്ത് നൽകി എന്നതിനേക്കാൾ ഉപരി ഞാൻ ലോകത്തിന് എന്ത് നൽകി എന്ന ഒരു ചിന്തയിലൂടെ അദ്ദേഹം ഇന്ന് നാനാജാതി മതസ്ഥരിലൂടെ പാവപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തും എല്ലാ സാമൂഹിക മേഖലയിലും എല്ലാം ഇന്ന് ഒരുപാട് പേർക്ക് അത്താണിയാവുകയാണ്. 90 വയസ്സ് പിന്നിടുമ്പോഴും പ്രായത്തിൻ്റെതായ യാതൊരുവിധ അസ്വസ്ഥതകളുമില്ലാതെ ഇന്നും അദ്ദേഹം ഓടി നടക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം അദ്ദേഹമുണ്ട്. നമുക്ക് അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടാം. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിനെക്കുറിച്ചും ആതുര സേവനത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചുമെല്ലാം നമുക്ക് കൂടുതൽ അടുത്തറിയാം. നമുക്ക് സാറിനെ സ്വാഗതം ചെയ്യാം. സാർ, സ്വാഗതം. KJ ജോസഫ് എന്ന ഒരു അധ്യാപകനിൽ നിന്ന് എങ്ങനെയാണ് KJ ജോസഫ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനായി സാർ മാറുന്നതും ആ ഒരു വലിയൊരു ജീവാരുണ്യ പ്രവർത്തനങ്ങളിലേക്കുള്ള സാറിൻ്റെ യാത്ര അതെങ്ങനെയായിരുന്നു? എൻ്റെ വിദ്യാഭ്യാസത്തെപ്പറ്റി ആദ്യമായിട്ട് ചെറുതായിട്ടൊന്ന് പറയാം. പ്രാഥമിക വിദ്യാഭ്യാസം പോത്താനിക്കാട് പരിസരത്തുള്ള സ്കൂളുകളിൽ നടത്തി. അത് കഴിഞ്ഞ് ഞാൻ നിർമ്മല കോളേജിൽ ഇൻ്റർമീഡിയറ്റിന് ചേർന്നു. അവിടെ നിന്ന് ഞാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ BA-ക്ക് എൻറോൾ ചെയ്തു. അത് ഏതാണ്ട് 50-60 കൊല്ലങ്ങൾക്ക് മുൻപാണ്. അത് കഴിഞ്ഞ് ഞാൻ ഒരു അധ്യാപകനാകാനായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി B.Ed ഡിഗ്രി ബാംഗ്ലൂർ പോയി സമ്പാദിച്ചു. പിന്നെ അധ്യാപകനായി ഞാൻ ഏതാണ്ട് ഒരു 6 വർഷക്കാലം എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പല സ്കൂളുകളിലായിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത അസൈൻമെൻറ്റ് വന്നത് കാബൂളിലാണ്. കാബൂളിലൊരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലായിട്ട് എനിക്ക് നിയമനം കിട്ടി. ആ സ്കൂൾ അന്ന് നടത്തിയിരുന്നത് ഇന്ത്യൻ എംബസിയാണ്. അവിടുത്തെ ഇന്ത്യക്കാർക്ക് വേണ്ടിയും ഹൈടെക് പ്രോഗ്രാമിലായിട്ട് വന്നിട്ടുള്ള ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും. അവിടെ ഏതാണ്ട് 3 വർഷക്കാലം ഞാൻ ജോലി ചെയ്തു പ്രിൻസിപ്പലായിട്ട്. അവിടെ നിന്ന് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിപ്പാർന്നു. അത് 1975-ലാണ്. അവിടെ ഏതാണ്ട് ഒരു 25 വർഷക്കാലം ഞാനും എൻ്റെ ഭാര്യ മേരിക്കുട്ടിയും അധ്യാപകരായിട്ട് ജോലി ചെയ്തു. ഞാൻ അവിടെ നിന്ന് ഏർലി റിട്ടയർമെൻ്റ് എടുത്ത് അവിടെ ഒരു നേഴ്സിംഗ് ഹോം എന്നിവിടെ പറയുമ്പോൾ ഈ നാട്ടിൽ പറയുന്നത് വൃദ്ധരായവരെ നോക്കുന്ന, അതെ, വൃദ്ധരായ നോക്കുന്ന ഒരു സ്ഥാപനം. അത് ഒന്നിലധികം എല്ലാ സ്ഥലങ്ങളിൽ തന്നെ അവിടെ ഉണ്ടത്. മിക്ക ടൗണുകളിലും ഒരു നഴ്സിംഗ് ഹോം കാണും. ആ ബിസിനസ്സിൽ പ്രവേശിച്ചു. എനിക്ക് എന്നും അതിൽ നിന്ന് ഞാൻ പ്രചോദനം കൊണ്ടു എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് പണം മാത്രമായിരുന്നില്ല, ഒരു സേവനം കൂടിയായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും ആ ബിസിനസ്സിൽ ഏതാണ്ട് 20-30 കൊല്ലം ജോലി ചെയ്തു. ആ ബിസിനസ് ഓൺ ചെയ്തു. അത് ഭംഗിയായിട്ട് 1-ൽ കൂടുതലുണ്ടായിരുന്നു ഈ നഴ്സിംഗ് ഹോംസ് എനിക്ക്. അവസാനം 2010-ൽ ഇതെല്ലാം വൈൻഡപ്പ് ചെയ്തു. ഇതെല്ലാം ബൂപ്പ എന്ന ഒരു കമ്പനിക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് ഈ പണം അവിടെ സമ്പാദിച്ചതും പിന്നെ എൻ്റെ നാട്ടിലുണ്ടായിരുന്നതെല്ലാം എന്തിന് എനിക്ക് ഇത്രയധികം പണത്തിൻ്റെ ആവശ്യമില്ല. എനിക്ക് തോന്നി ദൈവം അനുഗ്രഹിച്ച് തന്നതാണ്. ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യണമെന്നൊരാഗ്രഹം നേരത്തെ മുതലുണ്ട് എനിക്ക്. അതിൻ്റെ പേരിലാണ് ഒരു ചാരിറ്റബിൾ ഫൗണ്ടേഷൻ 2005-ൽ ഫോം ചെയ്തു. അതിൻ്റെ ആദ്യത്തെ പ്രസ്ഥാനമായിട്ട് തുടങ്ങിയത് എൻ്റെ ഫാദർ എനിക്ക് തന്ന പ്രോപ്പർട്ടിയിൽ
ഒരു പലേറ്റീവ് കെയർ സെൻറ്റർ സ്ഥാപിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. 1 ഏക്കർ സ്ഥലവും 12,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടവും ബഥനി സിസ്റ്റേഴ്സിന് സംഭാവനയായിട്ട് നൽകി. ഇന്നും ആ പ്രസ്ഥാനം നല്ലതുപോലെ നടക്കുന്നുണ്ട്. അതായിരുന്നു സാറിൻ്റെ ആദ്യത്തെ ഒരു ചാരിറ്റബിൾ. അതാണ് ആദ്യത്തെ എൻ്റെ. അന്ന് ആ ഒരു പ്രസ്ഥാനം നിർമ്മിക്കുമ്പോൾ ഇത്തരത്തിലൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചിരുന്നോ? അന്ന് എനിക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചിരുന്നു. പക്ഷേ അത് ഇന്നത്തെ പോലെ ഒരു പ്രവർത്തനത്തിലേക്ക് വന്നിരുന്നില്ല. ഇന്നിപ്പോൾ വളരെ ആക്റ്റീവായിട്ട് എല്ലാ മേഖലകളിലും ഇത് പടർന്നു പിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആദ്യം ഒരു പാലിയേറ്റീവ് കെയർ സ്ഥാപിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു സാറ് ആരംഭിച്ചത്? സാറിൻ്റെ കീഴിൽ തന്നെ അത് ആരംഭിച്ചിരുന്നോ? പാലിയേറ്റീവ് കെയർ ആരംഭിച്ചത് എൻ്റെ കീഴിലല്ല. ഈ സ്ഥലവും ഈ കെട്ടിടവും ഞാൻ ബഥനി സിസ്റ്റേഴ്സിന് സംഭാവനയായിട്ട് നൽകി. പാലിയേറ്റീവ് കെയർ തുടങ്ങാൻ വേണ്ടിയാണോ? അത് തന്നെ, പാലിയേറ്റീവ് കെയർ സെൻറ്റർ തുടങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഞങ്ങളൊരു എഗ്രിമെൻറ്റും എക്സിക്യൂട്ട് ചെയ്തു. അതായത് ഇത് മാത്രമേ പാടുള്ളൂ, ഇതിന് യാതൊരു തരത്തിലുള്ള ഫീസും ചാർജ് ചെയ്യാൻ പാടില്ല, തികച്ചും സൗജന്യമായിട്ട് നടത്തണം. അത് അവർ അംഗീകരിച്ചു. അത് ഇപ്പോഴും നല്ലതുപോലെ പോകുന്നുണ്ട്. ഒത്തിരി ആളുകൾക്ക് അത് പ്രയോജനം ചെയ്തിട്ടുണ്ട്. ക്യാൻസർ പേഷ്യൻസ്, അതുപോലെ തന്നെ സ്ട്രോക്ക് വന്ന പേഷ്യൻസ്, ഇവരെല്ലാം ഇന്നിപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ കാണാം. അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് തോന്നി, ഞാൻ മനസ്സിലാക്കി, അതിൽ മാത്രമല്ല ഞാൻ സേവനം അനുഷ്ഠിക്കേണ്ടത്. എനിക്ക് ദൈവം തന്നു, അത് പൂർണ്ണമായിട്ടും ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. എനിക്കിതിൽ കൂടുതലായിട്ട് ആവശ്യമൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ സാമാന്യമായിട്ട് ഇത് ജീവിക്കാനുള്ള എല്ലാം എനിക്കുണ്ട്. ഇത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം ഇനി സാധിച്ചത്. അപ്പം അത് മറ്റുള്ളവർക്ക് കൂടി ചെയ്യാൻ കൊടുക്കാൻ ഒരാഗ്രഹം, തീക്ഷ്ണമായൊരാഗ്രഹം എനിക്കുണ്ടായി. അതിൽ നിന്നാണ് എൻ്റെ മറ്റ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ്. കൂറ്റപ്പള്ളിയിൽ KJ ജോസഫ് ചാരിറ്റബിൾ ഫൗണ്ടേഷനിൽ പ്രവർത്തനം ഇന്ന് ആക്റ്റീവായിട്ട് തുടങ്ങിയിട്ട് ഏതാണ്ട് 15 വർഷമായി. 6 മാസം ഞാൻ അവിടെയും 6 മാസം ഓസ്ട്രേലിയയിലും 6 മാസം ഞാൻ നാട്ടിലുമായിരിക്കും. ഇതിനു വേണ്ടിയിട്ട് മാത്രം 12 ട്രസ്റ്റീസ് ഉണ്ട്. ഈ ട്രസ്റ്റീസ് എല്ലാം ഇവിടുത്തെ എൻ്റെ റിലേഷൻസുണ്ട്, എൻ്റെ ബന്ധുക്കളുണ്ട്, അതുപോലെ പബ്ലിക്കിൽ നിന്നുമുണ്ട്, എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. അവരെല്ലാവരും ഇത് സഹകരിച്ച് എൻ്റെ ഈ ഫൗണ്ടേഷൻ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് 2 പ്രധാനമായിട്ട് ക്യാമ്പ്സ് ഉണ്ട് ഇവിടെ. കൊച്ചിൻ ഐ ഫൗണ്ടേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ഐ ക്യാമ്പ്, തിമിര നിർണയ ക്യാമ്പ് എല്ലാ മാസവും അവസാന വെള്ളിയാഴ്ചകളിൽ റെഗുലറായിട്ട് ഇവിടെ നടത്തുന്നുണ്ട്. അതായത് 3 കൊല്ലമായി അത് നടത്തുന്നു. അപ്പോൾ ഐ ഫൗണ്ടേഷൻ, കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യൽ ഹോസ്പിറ്റലാണത്. എറണാകുളത്ത് നിന്നുള്ളവരാണ്. അവരിവിടെ വന്ന് രോഗികളുടെ കണ്ണുകൾ പരിശോധിച്ച് തിമിരമാണെങ്കിൽ അത് നിർണ്ണയിച്ച് അവർ ഈ രോഗികളെ എറണാകുളത്ത് അവരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷനാണ് ഈ ചെയ്ത് തിരിച്ചിവിടെ കൊണ്ടുവരും. അതിനുള്ള ചിലവ് കണ്ണടകൾ എൻ്റെ ട്രസ്റ്റ് സൗജന്യമായിട്ട് നൽകും. അതുപോലെ ഓപ്പറേഷനിൽ കൂടുതൽ തുകകൾ വന്നാൽ കുറേ കൺസെഷൻ, അതൊരു ചാരിറ്റി ഹോസ്പിറ്റലും കൂടിയാണ്. അപ്പോൾ അവരതിൽ കുറച്ച് ഭാഗം അവരും കൊടുക്കും. പിന്നെ ബാക്കി എൻ്റെ ട്രസ്റ്റും കൊടുക്കും. ഓപ്പറേഷൻ്റെ തുക അങ്ങനെയാണ് വഹിക്കുന്നത്. കണ്ണടകൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അർഹരായിട്ടുള്ളവർക്ക് അതോടെ കൂട്ടിച്ചേർക്കണം, എല്ലാവർക്കും ഇല്ല, അർഹരായ. അത് ഇപ്പം 3 കൊല്ലമായി അത് റെഗുലറായിട്ട് ഒരു മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച അതൊന്ന്. പിന്നെ അടുത്ത പ്രോഗ്രാം ഞങ്ങൾക്കുള്ളത് കൂറ്റപ്പള്ളി KJ ജോസഫ് ചാരിറ്റബിൾ ഫൗണ്ടേഷനും എറണാകുളം മെഹക് ഫൗണ്ടേഷനും സംയുക്തമായി പോത്താനിക്കാട് പഞ്ചായത്തുമായിട്ട് സഹകരിച്ച് മാനസികാരോഗ്യ പദ്ധതിയാണ്. എന്താ നിങ്ങൾ അതിനകത്ത് കൂടുതൽ ചെയ്യുന്നത്? പറയാം. അത് ഒരു മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച
മാനസിക രോഗികളായിട്ടുള്ളവർ ഈ ഞങ്ങളുടെ ഫൗണ്ടേഷൻ്റെ ഹോളിൽ വരും, ഓഡിറ്റോറിയത്തിലും. പഞ്ചായത്തുമായിട്ട് സഹകരിച്ച് ഈ ഞങ്ങൾ ഇവിടുത്തെ ആശാ വർക്കേഴ്സും പഞ്ചായത്ത് ഈ ആശാ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത് പഞ്ചായത്തിൻ്റെ കീഴിലാണ്. ഈ സോഷ്യൽ വർക്കറും പോയി ഫീൽഡിൽ പോകും. പോത്താനിക്കാട് പഞ്ചായത്ത് നമ്മൾ ഇവിടെ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി ഒരു സോഷ്യൽ വർക്കർ ഫുൾ ടൈമിലുണ്ട്. അവർ ഈ ആശാ വർക്കേഴ്സുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ ഫീൽഡിൽ പോയി മിക്ക വീടുകളിലും സന്ദർശിച്ച് ഏതെങ്കിലും ആശാ വർക്കേഴ്സിന് അറിയാം ഇത് മാനസിക രോഗമുള്ളവർക്കുണ്ടെങ്കിൽ അവരെ ഇവിടെ കൊണ്ടുവന്ന് അവരോട് വരാൻ പറയും. ഒരു മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച മെഹക്ക് ഫൗണ്ടേഷനിൽ നിന്ന് ഒരു ഡോക്ടറും സോഷ്യൽ വർക്കേഴ്സും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഇങ്ങനെ ഒരു ടീം വരും. ഒരു സോഷ്യൽ വർക്കേഴ്സ് ഒന്നിൽ കൂടുതൽ വരും. അവർ ഇവിടെ വന്ന് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച വന്ന് രോഗികളെ 10, 20, 25, 30, 40 രോഗികൾ കാണും ചിലപ്പോൾ. ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ദീസ് ആശാ വർക്കേഴ്സ് ഡു ദേ വർക്ക്. ഫീൽഡിൽ പോയി എങ്ങനെയാണ് അവർ ആളുകളെ കാണുന്നതനുസരിച്ച് അവർ വന്നാൽ, ആ രോഗികൾ വന്നാൽ അവരെ ഈ ഡോക്ടർ ക്വാളിഫൈഡ് സൈക്കാട്രിക്കാണ് അവിടെ നിന്ന് വരുന്നത്. അവരും സോഷ്യൽ വർക്കേഴ്സും അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഇവരെ ഇൻ്റർവ്യൂ നടത്തി അവർക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യും ഡോക്ടർ. ആ മരുന്ന് അതിലെ മേജർ പാർട്ട് ഓഫ് ദി മെഡിസിൻ വി സപ്ലൈ ഇറ്റ്. ഗവൺമെൻറ്റിൽ നിന്നുണ്ട്, പക്ഷേ അവിടെ നിന്ന് നമുക്ക് ഒരുപാട് കിട്ടുന്നില്ല. നല്ല മെഡിസിനും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനും ഒരു മാസം ഏതാണ്ട് ഞങ്ങളുടെ എക്സ്പെൻസ് അതിന് വരുന്നത് അബൌട്ട് 40,000 വരും മരുന്ന്. ചിലപ്പോൾ സംടൈംസ് ഇറ്റ് ബിലോ 40,000, ആവറേജ് ഇസ് അബൌട്ട് 40,000, 40,000 വരും. അത് നല്ലതുപോലെ പോകുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് രോഗികൾ വരുന്നത് അക്കോർഡിംഗ് ടു മൈ സോഷ്യൽ വർക്ക് ഏതാണ്ട് 30-40 രോഗികൾ വരും. ഈ സൈക്കാട്രിക് മെഡിസിൻ എക്സ്പെൻസീവാണ് ചില. അതുകൊണ്ട് ദാറ്റ്സ് വാട്ട് വി സ്പെൻഡ് അബൌട്ട്. ഇവർ ഈ മാനസരോഗികൾ വീടുകളിൽ തന്നെ ഉള്ളവർ തന്നെയായിരിക്കും അല്ലേ? വീടുകളിൽ, മറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരാണ്, വീടുകളിൽ തന്നെ ഉള്ളവരാണ്. ഒരു വീട്ടുകാരായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അത് പാവപ്പെട്ടവരാണ് ഇവർ. പണമുള്ളവരൊക്കെ നല്ല സൈക്കാട്രിക് ഹോസ്പിറ്റലിലും മറ്റുമൊക്കെ പോയി ഇതിനൊരു സ്റ്റിഗ്മയുണ്ട് ആളുകൾക്ക്, ഇത് പുറത്തറിയരുതെന്നുള്ളത്. പക്ഷേ അതാണ് ആദ്യം മാറ്റി കൊടുക്കേണ്ടത്. ഈ ആശാ വർക്കേഴ്സ് ഇന്ന് സാരയിൽ നിങ്ങൾ വരണം, ഡോക്ടറെ കാണണം. ഈ വരുന്ന രോഗികൾ 99% പാവപ്പെട്ട വീടുകളിൽ നിന്നാണ്, ഈ ബിലോ പോവർട്ടി ലൈനിൽ നിന്നാണ് വരുന്നത്. പൈസ ഉള്ളവരെല്ലാം എല്ലാ ആഴ്ചയിലല്ല, മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച, ഫസ്റ്റ് ഫ്രൈഡേ. കണ്ണിൻ്റെ ലാസ്റ്റ് ഫ്രൈഡേ ഓഫ് ദി മന്ത്. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ട് സർവീസായിട്ട് ഞങ്ങൾ ഊന്നുവിട്ടുന്നത് ഈ ഒരു മേഖലയിലാണ്. മറ്റ് മേഖലകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മെഡിക്കൽ പരമായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ പാലിയേറ്റീവ് കെയറിൻ്റെ കാര്യങ്ങളിൽ അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഇതുപോലെ തന്നെ കണ്ണിനും ഒപ്പം മാനസികമായിട്ട് വെല്ലുവിളി നേരിടുന്നവർ അല്ലേ? മറ്റ് മേഖലകളിൽ ഞങ്ങൾക്കൊരു, ഞാൻ പറഞ്ഞില്ലേ, പോത്താനിക്കാട് പഞ്ചായത്ത് അതിർത്തിയിലുള്ളവർക്ക് ഡയാലിസിസിനുള്ള സഹായം ഫ്രീ ആയി കൊടുക്കുന്നു. ഈ വാഴക്കുളം ഡയാലിസിസ് സെൻ്ററുമായിട്ട് സഹകരിച്ച് നടത്തുന്നുണ്ട്. എൻ്റെ എഗ്രിമെൻറ്റ് വിത്ത് ദം, ഹൂ ആർ പീപ്പിൾ, എത്ര പേര് പോത്താനിക്കാട് പഞ്ചായത്തിൽ നിന്ന് വരുന്നു അവർക്ക് ഫ്രീ ആയിട്ട് ഡയാലിസിസ് കൊടുക്കണം. ഞാനൊരു മെഷീൻ അവർക്ക് ദാനമായിട്ട് നൽകിയിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റിലാണ്. ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഇപ്പോൾ 2-3 പേഷ്യൻസ് അവിടെ ഉണ്ട്. അവർക്ക് ഏതാണ്ട് വാഴക്കുളം ഡയാലിസിസ് സെൻറ്റർ 10 മെഷീൻസിൽ കൂടുതലുണ്ട് അവർക്ക്. നല്ലപോലെ നടക്കുന്ന ഒരു സെൻ്ററാണ്. അപ്പോൾ അവിടേക്ക് നമ്മളൊരു ഇതേപോലെ ഡയാലിസിസ് മെഷീൻ കൊടുത്തിരിക്കുന്നു. ഈ പോത്താനിക്കാട് എന്ന് പറയുന്ന ഈ ഒരു പഞ്ചായത്തിൽ നിന്ന് ആര് വന്നാലും അവർക്ക് സൗജന്യമായിട്ട് ഡയാലിസിസ്. അപ്പോൾ ആ ഒരു മേഖലയും കൂടി നമ്മൾ ഈ ആരോഗ്യരംഗത്ത് നൽകുന്നുണ്ട്. പിന്നീടുള്ളത്, ഒരു കൊല്ലം എനിക്ക് ഏതാണ്ട് ഒരു 12 ലക്ഷം രൂപ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റിൽ നിന്ന്. അതാണ് ഇൻകം, ഒരു ഇൻകം എനിക്കുള്ളത്. പിന്നെ കുറേയൊക്കെ എൻ്റെ സ്വന്തമായിട്ടുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആയിട്ടുള്ള ഇൻകം.
അതിൽ നിന്ന് ആണ് പിന്നെ എഡ്യൂക്കേഷൻ, അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് എന്താ ചെയ്യുന്നത്? എന്തോ വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ? വിദ്യാഭ്യാസ മേഖലയിൽ കുറേയധികം നേഴ്സിംഗ് സ്റ്റുഡൻസിന് മാസം തോറും ഒരു ഫിക്സഡ് എമൗണ്ട് കൊടുക്കാറുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഫീസ് കൊടുക്കാൻ വിഷമമായിട്ട് ചിലപ്പോൾ വരും കുട്ടികൾ, ഫീസില്ല, അതൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കും. ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് രോഗികൾക്കാണ്. എല്ലാവരും ചുരുങ്ങിയത് 5000 രൂപയും. ഈ രോഗികൾ എന്ന് പറഞ്ഞാൽ വീടുകളിൽ കഴിയുന്ന സാധാ രോഗികൾക്ക്, വീട്ടിൽ കഴിയുന്ന രോഗികളാണ്, ഹോസ്പിറ്റലിൽ കഴിയും, അവർ നമ്മളെ സമീപിക്കും. ഒരു രോഗികൾക്ക് ആരൊക്കെ വിദ്യാഭ്യാസത്തിനാണെങ്കിലും രോഗികൾക്കാണെങ്കിലും ഇവിടെ ഒരു പ്രിൻ്റഡ് ആപ്ലിക്കേഷൻ, റെഡി ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അത് ഫില്ലപ്പ് ചെയ്ത് അതാരെങ്കിലും സൈൻ ചെയ്യണം, റെക്കമെൻഡ് ചെയ്യണം ഇത് ജെന്യുവൻ കേസാണോ എന്നുള്ളത്. അതിപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കിയിട്ട് BPL ഈ ഇതിൽ താഴെയുള്ളവർക്കേ കൊടുക്കുകയുള്ളൂ. നമ്മുടെ അത് വന്നാൽ ചുരുങ്ങിയത് ഞങ്ങൾ 5000 രൂപയും മാക്സിമം 50000 രൂപയും വരെ കൊടുത്ത കേസുകളുണ്ട്. ഓക്കെ. അത് വളരെ റെയറായിട്ട് 50,000 കൊടുക്കുക. മിക്ക ആളുകൾക്കും 5000, ആര് വന്നാലും ഒരു 5000 രൂപ തീർച്ചയായിട്ടും അവർക്ക് കിട്ടും. ജെനുവിനാണ്. അത് ചില കേസുകളൊക്കെ ജെനുവിനല്ല, നമുക്ക് വി കനോട്ട് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. അത് ഒരാൾ ഇവരുടെ മെമ്പർ സൈൻ ചെയ്യണമെന്നുണ്ട് ആപ്ലിക്കേഷനിൽ, റെക്കമെൻഡ് ചെയ്യണം. പക്ഷേ അത് ചിലപ്പോഴൊക്കെ ഈ മെമ്പേഴ്സൊക്കെ അവർ ആര് വന്നാലും സൈൻ ചെയ്ത് കൊടുക്കും. അവർക്ക് ഈ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് അത് സ്ഥിരം നിങ്ങൾ നൽകുന്നതാണോ? ഒരു വിദ്യാർത്ഥിക്ക് സ്ഥിരം നൽകുന്നുണ്ട്. അവരുടെ ഫീസ് കൊടുക്കുന്നുണ്ട് ഒരു വിദ്യാർത്ഥി. പിന്നെ ഒരു ഒപ്റ്റോമെട്രിക്ക് ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്നുണ്ട്. ഓക്കെ. ആ കുട്ടിയെയും സഹായിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ മറ്റ് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതില്ല. ഇപ്പം അവർക്ക് ഭവന നിർമ്മാണത്തിലുണ്ട് പങ്കുണ്ട്. ഇപ്പം ഒരു 20,000-30,000 രൂപയുടെ ഫ്ലോറിങ്ങോ മറ്റു കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ. ആ നിർമ്മാണത്തിലും അത് പലരും വരും ആപ്ലിക്കേഷനായിട്ട്. ഈ പഞ്ചായത്തിൽ നിന്ന് 3 സെൻറ്റ് സ്ഥലം 4 സെൻറ്റ് കൊടുത്തിട്ട് സ്ഥലം ഉണ്ടാക്കിയിട്ട് അവർ വീട് വയ്ക്കാൻ സഹായം ചെയ്യും. അങ്ങനെയുള്ളവരാണ് കൂടുതലും അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ ഒരു ആംബുലൻസ് ഉണ്ട്. ഓക്കെ. ട്രസ്റ്റിന് ഓക്കെ. ആംബുലൻസ് കൃത്യമായിട്ട് റൺ ചെയ്യേണ്ട ആർക്കത് പാവപ്പെട്ടവർക്ക് തീർച്ചയായും കംപ്ലീറ്റ് ഫ്രീ ആണ്. മറ്റുള്ളവർ ഡീസൽ അടിച്ച് തരും, അങ്ങനെ ഒരു രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. സാർ, ഇപ്പോൾ ഇത്രയും എനിക്ക് തോന്നുന്നു എല്ലാ മേഖലകളിലും തന്നെ, ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയായാലും ആരോഗ്യ മേഖലയായാലും സാമൂഹിക മേഖലയായാലും എല്ലാവർക്കും തന്നെ ദാനമായിട്ട് നൽകാം. അത് സാറ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സാർ അത് വർക്ക് ചെയ്ത് സമ്പാദിച്ച ഒരു പൈസ ക്യാഷാണ്. അതാണ് ഇതുപോലെ പാവങ്ങൾക്ക് വേണ്ടി നാട്ടിൽ നൽകുന്നത്. പ്രചോദനം ആദ്യം നിങ്ങളെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ എനിക്ക് കിട്ടിയത് എനിക്കാര് തന്നു ഇത്, അതിൽ ഉറച്ച് വിശ്വസിക്കുന്നവനാണ്. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇതുപോലൊരു സഹായം മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിച്ചത്. അല്ലാതെ എൻ്റെ മിടുക്കുകൊണ്ടാണെന്ന് ഞാൻ ഇതുവരെ വിചാരിക്കുന്നില്ല. ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ കരം ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓസ്ട്രേലിയയിൽ പോകാനും ഈ ബിസിനസ്സിൽ ഏർപ്പെടാനും അതുപോലെ അതിൽ നിന്ന് പണം സമ്പാദിക്കാനും അത് ഷെയർ ചെയ്യാനുള്ള അനുഗ്രഹം എനിക്കുണ്ടായത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സഹായം കൊണ്ടാണ്. അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത്തരത്തിലൊരു കാരുണ്യപ്രവൃത്തിയിലേക്ക് കടക്കണം എന്നുള്ളത് സാറിൻ്റെ ഇപ്പോൾ അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്ന സമയങ്ങളിലെല്ലാം, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ കുടുംബത്തിൽ നിന്ന് അത്തരത്തിലൊരു എന്താ പറയുക ഒരു പ്രചോദനം കിട്ടിയിരുന്നോ? അല്ലെങ്കിൽ അത് അവസാന സമയം ഈവൻ ആ ഒരു നഴ്സിംഗ് ഹോം നടത്തുന്ന സമയത്താണോ ആ ഒരു ചിന്ത വന്നത്? എനിക്ക് കൂടുതലായിട്ട് ആ നഴ്സിംഗ് ഹോമിൽ വന്ന ആളുകൾ കൂടുതലും യൂറോപ്യൻസ് ആയിരുന്നെങ്കിലും അതിൽ ആളുകൾ അനുഭവിച്ച കഷ്ടതകളും, ഓസ്ട്രേലിയയെ പോലുള്ള ഒരു രാജ്യത്ത് നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടൽ പോലെ നടത്തുന്നതാണെങ്കിൽ തന്നെയും അവരുടെ വിഷമതകളും അവരുടെ ലോൺലിനെസ്, അവരെ ചിലരെ കൊണ്ടുവന്നാക്കിയിട്ട് അവരങ്ങ് പോയാൽ പിന്നെ ഈ മക്കളൊന്നും തിരിഞ്ഞു നോക്കുക പോലുമില്ല. അത് വളരെയധികം പ്രചോദനം എനിക്ക് നൽകിയിട്ടുണ്ട്. ആളുകളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും അതിലൊന്ന് പങ്കുചേരുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് ഞാൻ ഇന്നും കരുതുന്നുണ്ട്, എന്നും കരുതും. അത്
തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബവും അതിന് പൂർണ്ണമായ സഹകരണം തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ. അത്തരത്തിൽ ഇപ്പോൾ ഇതുപോലുള്ള സേവനങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, സമ്പാദ്യത്തിൽ നിന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ സാറിന് ഇപ്പോൾ കിട്ടുന്ന ഒരു അനുഭവം, ഇപ്പോൾ വർഷങ്ങളായിട്ട് അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്നു, ബിസിനസ് ചെയ്തിരുന്നു, ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ കാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടി സാറ് ജീവിതം മുഴുവൻ മാറ്റി വയ്ക്കുമ്പോൾ ആ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷവും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ളത് ടീച്ചിങ് കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, ബിസിനസ് അല്ല കൂടുതൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ളത്. അത് ബിസിനസ് ഈസ് എ ബിസിനസ്, യു മേക്ക് മണി സർട്ടൻ പെർസെൻറ്റേജ് ഫോർ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം ഒന്ന് വേറെയാണ്, സന്തോഷം ഒന്ന് വേറെയാണ്. മറ്റുള്ളവൻ്റെ ദുഃഖങ്ങളിൽ പങ്കുചേരുകയും അതിൽ കുറച്ചെങ്കിലും സഹായിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ആ സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെയാണ് അല്ലേ? തീർച്ചയായിട്ടും അത് വേറെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കുഞ്ഞിന് പഠിക്കാൻ കൊടുത്തു, അവൾ BSc നഴ്സിംഗ് പാസ്സായി വന്നിട്ട് സാറേ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഹെൽപ്പ്, അത് പറയുമ്പോൾ നമുക്ക് ഒരു വലിയ സന്തോഷമില്ലേ? അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും സാർ ഈ ഒരു കാരുണ്യ പ്രവർത്തികളിലേക്ക് നീങ്ങുമ്പോൾ അത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജീവിതങ്ങൾ സാറിനെ വല്ലാണ്ട് ടച്ച് ചെയ്തിട്ടുണ്ടോ? ഷെയർ ചെയ്യും. തീർച്ചയായിട്ടും പല കുട്ടികൾക്ക് ഞാൻ പഠന സാമഗ്രികൾ മേടിക്കുന്നതിനും മറ്റവരുടെ ഫീസിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ആ കുട്ടികൾ വന്ന് നമ്മളോട് താങ്ക് യു സാർ, എനിക്ക് ചെയ്തതിനെല്ലാം നല്ല ഉപകാരം, താങ്ക് യു ഫോർ ഓൾ യുവർ ഹെൽപ്പ്, ചെയ്തതിന് എല്ലാം നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വളരെ കുറച്ച് പേരേ വരുള്ളൂ. ആ വരുന്നത് നമുക്കൊരു സന്തോഷം തരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ സാറ്റിസ്ഫാക്ഷൻ അത് ഇറ്റ്സ് ഗ്രേറ്റ്. യു കനോട്ട് ഗെറ്റ് എനിവെയർ ദാറ്റ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മളെ അടുത്ത് വന്ന് അവരുടെ സന്തോഷവും അതാണ് ഏറ്റവും ജീവിതത്തിൽ നമുക്ക് മൂല്യമായിട്ട് നല്ലതായിട്ട് കാണാവുന്ന ഒരു സംഗതി. വാട്ട് വി അച്ചീവ് ഇൻ അവർ ലൈഫ് എന്നുള്ളതല്ല, ഹൗ വി അച്ചീവ്ഡ്, നമ്മളെങ്ങനെയാണ് അത് കിട്ടിയത് നമുക്ക് സന്തോഷം. ധനം എത്രയോ പേർക്ക് ഒരുപാട് പൈസയുള്ളവരുണ്ട്. ചിലർ ദേ എൻജോയ് ഇറ്റ് ഹാവിങ് ഇറ്റ്, സം പീപ്പിൾ ആർ എൻജോയിങ് ബൈ ഗിവിങ് ഇറ്റ് ടു അതേഴ്സ്. ജീവിതത്തിൽ പല രീതിയിലുള്ള ആളുകളാണല്ലോ നമ്മുടെ സമൂഹത്തിലുള്ളവർ. ഏറ്റവും നല്ലതായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നമുക്കുള്ളത് ഷെയർ ചെയ്താൽ കിട്ടുന്ന അനുഭവം ഒന്ന് വേറെ തന്നെയാണ്. തീർച്ചയായിട്ടും ബൈബിളിലും ഈശോയും അത് തന്നെയാണല്ലോ പറഞ്ഞത്. ഈശോയും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു നോമ്പ് കാലത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപവാസം എടുത്ത് കിട്ടുന്ന മിച്ചം കിട്ടുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടി കാരുണ്യ പ്രവർത്തകർക്ക് വേണ്ടി മാറ്റിവെക്കാനാണ് സഭ പോലും നമ്മളോട് ഒരു കാലഘട്ടത്തിൽ പറയുന്നത്. പക്ഷെ അതിനൊരു കാലഘട്ട സഭ പറയുമ്പോൾ സാർ അത് ജീവിതകാലം മുഴുവൻ അതിനു വേണ്ടി ഒരു കാലഘട്ടം മാറ്റിവെച്ചിരിക്കുകയാണ്. ഈശോ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ബൈബിളിൽ, ഞാൻ വിശന്നു നീ എന്നെ ഫീഡ് ചെയ്തു, ഇല്ലേ? തീർച്ചയായിട്ടും. ഞാൻ നഗ്നനായിരുന്നു, യു ക്ലോത്ത് മീ. അങ്ങനെ അങ്ങ് പോയാൽ ബൈബിൾ കേന്ദ്രീകരിച്ച് നമ്മൾ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ, നമുക്ക് ബൈബിളിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. അതിന് വലിയ ക്രെഡിറ്റ് ഒന്നും എടുക്കാനില്ല. ഐ നെവർ ഹാവ് ടേക്കൺ എനി ക്രെഡിറ്റ് ഓഫ് ഡൂയിങ് ദീസ്. എനിക്കിതിന് വലിയ പബ്ലിസിറ്റി കിട്ടണമെന്നും ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, യു ഓൾറെഡി ഗോട്ട് ഇറ്റ്, ഇഫ് യു ആർ ഗോയിങ് ടു ടെൽ എവരിബഡി ഐ ഡിഡ് ദാറ്റ്. ഞാൻ ഇവിടെ വന്നപ്പോഴും സാറിനെ കണ്ടപ്പോഴും ഒരുപക്ഷെ ഇപ്പോൾ സാറിനെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്കുമുള്ളൊരു ഒരു സംശയമായിരിക്കാം. കാരണം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു 90 വയസ്സ് പിന്നിടുകയാണ് സാറിന്. പലപ്പോഴും ഞങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കുമ്പോഴും സാറ് സംസാരിക്കുമ്പോഴും ഒരു 90 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയെ പോലെ ഞങ്ങൾക്ക് തോന്നുന്നില്ല. വളരെ ഊർജ്ജസ്വലനായി, എന്നാൽ ഈ കാര്യങ്ങളിലെല്ലാം ഇപ്പോഴും നിൽക്കുന്നു. പലപ്പോഴും എല്ലാവരും ജീവിതത്തിൻ്റെ ഒരു 90 വയസ്സെന്ന് പറയുമ്പോൾ വിശ്രമത്തിൻ്റെയൊക്കെ ഫുള്ള് വിശ്രമം, ബാക്കിയെല്ലാം മറ്റുള്ളവരെ ഏൽപ്പിച്ച് വേറെ ഒരു കാര്യത്തിലും അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ സാർ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ഒരു പോത്താനിക്കാട് നാടിനെ മൊത്തം തലയിൽ വെച്ചുകൊണ്ട്, ഇവിടുത്തെ പാവപ്പെട്ടവരെ എല്ലാവരെയും തലയിൽ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഓരോ ദിവസം ചിന്തിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് ഇത്ര ഊർജ്ജം എവിടെ നിന്ന് കിട്ടുന്നത്? എനിക്ക് തോന്നുന്നത് ഈ പ്രചോദനം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്, അത് ചെയ്ത് കഴിയുമ്പോഴേ എനിക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും അവിടെ ഇരുന്ന് ഫോൺ ചെയ്യാനും
ആളുകളുടെ കാര്യങ്ങൾ പലരും എന്നെ വിളിക്കാറുണ്ട് ഫോണിൽ, എനിക്ക് സാറേ എനിക്ക് ഈ സഹായം വേണം, മറ്റു കാര്യങ്ങൾ. ഞാൻ സാധാരണ അതൊന്നും ഓഫീസിലിരിക്കുന്നവരെ ഏൽപ്പിക്കാറില്ല, ഞാൻ തന്നെ അത് കൈകാര്യം ചെയ്യാനാണ് എനിക്കിഷ്ടം. അതെനിക്ക് കൂടുതൽ ആരോഗ്യം, എനിക്ക് പ്രചോദനം തരും, എനിക്ക് കൂടുതൽ ഐ ഗെറ്റ് മോർ എനർജറ്റിക് ത്രൂ ദാറ്റ്. ഇത് മനസ്സിലായല്ലോ, ഓരോരുത്തർ സംസാരിച്ച് അവരെ ഈ പണം കൊണ്ടുള്ള സഹായം മാത്രമല്ല സാധാരണയിൽ ഞാൻ ചെയ്യാറുള്ളത്. അതിന് ചെറുതായിട്ടുള്ള ചില വിളിക്കുന്നത് എനിക്ക് ഇന്നതാണ് അതാണ്, വളരെ ദയനീയമാണ് എൻ്റെ കാര്യം, എനിക്ക് പൈസയില്ല, ഇന്ന് ഞാൻ ആഹാരത്തിനൊന്നും വീട്ടിലില്ല, ഇങ്ങനെ പറഞ്ഞ് വിളികളുണ്ട്. അതിനോട് നമ്മൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന അവരോടുള്ള സംഭാഷണം, അത് കഴിഞ്ഞാൽ എനിക്ക് ക്ഷീണം തോന്നാറില്ല ഒരിക്കലും. ഞാൻ ഇന്നും ആ കാര്യത്തിൽ തികഞ്ഞ ഊർജ്ജസ്വലനായിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ് വർക്ക് വിത്ത് ദീസ് പീപ്പിൾ. ഓക്കെ. ഞാൻ ഒരിക്കലും എൻ്റെ ഓഫീസ് അവിടെ ആര് വന്നാലും ഒരിക്കലും ആരെ ഞാൻ പുറത്ത് നിർത്തിക്കൊണ്ട് ഇതുവരെ വർത്തമാനം പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് ലെവലിൽ അവിടെ ഇരിക്കാൻ പറഞ്ഞ് അവരുടെ കാര്യങ്ങൾ കേട്ട് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ വാട്ട് സോർട്ട് ഓഫ് കണക്ഷൻ വിത്ത് ദീസ് പീപ്പിൾ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബദനി സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിലാണ്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലവും ഈ ബിൽഡിങ്ങുമെല്ലാം ജോസഫ് സാറ് ഇതുപോലെ പാലിയേറ്റീവ് കെയറും അതോടൊപ്പം തന്നെ ക്യാൻസർ പേഷ്യൻസിനും വേണ്ടി അവരെ നോക്കാനായിട്ട് ബദനി സിസ്റ്റേഴ്സിനെ ഏൽപ്പിക്കുകയായിരുന്നു. അദ്ദേഹം ഈ ഒരു സ്ഥലവും അദ്ദേഹത്തിൻ്റെ സ്വന്തമായ സ്ഥലവും ഈ ഒരു ബിൽഡിംഗ് എല്ലാം പണിത് അദ്ദേഹത്തിൻ്റെ പാരൻസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി സിസ്റ്റേഴ്സിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ബദനി സിസ്റ്റേഴ്സിൽ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായ സിസ്റ്റർ ഷേബ SIS ആണ്. സിസ്റ്ററെ, എങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ? സാറ് വലിയൊരു ആഗ്രഹത്തോടുകൂടി പാരൻസിന് വേണ്ടിയായിട്ടാണ് നിങ്ങൾ ഈ ഒരു സ്ഥാപനം ഏൽപ്പിക്കുന്നത്. ഈ സ്ഥാപനം സാറ് ഞങ്ങളെ ഏൽപ്പിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ മനോഹരമായിട്ട് ഇത് പോകുന്നു. സാറിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഈ ദേശത്തിന് ഈ സ്ഥാപനം ഒരു അനുഗ്രഹമായി തീരണമെന്ന്. കൂടുതലും ആദ്യകാലങ്ങളിൽ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയാണ്, ഈ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനം സ്വാതന്ത്ര്യം സാറ് ബദനി സിസ്റ്റേഴ്സിന് പിതാവിൻ്റെ ഓർമ്മയ്ക്ക് സമ്മാനമായി നൽകിയത്. ഇന്ന് മറ്റുള്ളവരുടെ സഹായത്താൽ ഈ സ്ഥാപനം പോകുന്നു. ഇന്ന് 21 വർഷം ആയി ഞങ്ങളെ ഈ സ്ഥാപനം ഏൽപ്പിച്ചിട്ട്. ഇവിടെ ആയിരിക്കുന്നത് രോഗികൾ, ക്യാൻസർ രോഗികളും അതോടൊപ്പം തന്നെ പാരലൈസ് ആയവർ, ബെഡ്സോർ ആയവർ, ഡോക്ടേഴ്സ് ഉപേക്ഷിക്കപ്പെട്ടവർ, അതുപോലെയുള്ള രോഗികളാണ് നമ്മളിവിടെ ആക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ഇവിടെ എത്ര സിസ്റ്റേഴ്സ് ഉണ്ട്? ഞങ്ങളിപ്പോൾ 4 സിസ്റ്റേഴ്സാണ് ഉള്ളത്. 8 സ്റ്റാഫുണ്ട്, 4 നേഴ്സുമാർ, 2 ക്ലീനിങ് സ്റ്റാഫ്, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്റ്റാഫ്, പിന്നെ ഫിസിയോതെറാപ്പി ഒരു ഡോക്ടറുണ്ട് ഞങ്ങൾക്ക്. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് ഹോം കെയറിന് പോകാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഞങ്ങളൊരു ഡോക്ടറുണ്ട്. ഇൻമേറ്റ് എത്ര പേരുണ്ടാവും? സ്ഥിരമായിട്ട് മാറി മാറി വരും. 30 ബെഡാണ് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. എന്നാൽ ആരും സ്ഥായിയായിട്ടല്ല, ക്യാൻസർ രോഗികൾക്ക് മാത്രമാണ് നമ്മൾ അവരെ മരണം വരെ നിൽക്കാം. മറ്റ് പാലിയേറ്റീവിൻ്റെ രീതി അനുസരിച്ച് അവർ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ അതിൽ മാറ്റം വന്നതിന് ശേഷം അവർ വീട്ടിലേക്ക് നമ്മൾ പറഞ്ഞയക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഞങ്ങളുടെ സേവനം എന്ന് പറയുന്നത് ഈ ദേശത്തിന് 5 കിലോമീറ്റർ ചുറ്റുപാടുമുള്ള ഭവനങ്ങളിൽ ഞങ്ങൾ ഹോം കെയർ നടത്തുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ 300-ലധികം രോഗികളെ ഹോം കെയർ ആയിട്ട് പോകുന്നുണ്ട്. തിങ്കൾ, ബുധൻ, ശനി എന്നീ 3 ദിവസങ്ങളിലാണ് ഞങ്ങൾ ഹോം കെയറിന് പോകുന്നത്. അതോടൊപ്പം തന്നെ 24 അവേഴ്സ് ഞങ്ങളുടെ സാന്നിധ്യം, നേഴ്സുമാരുടെ സാന്നിധ്യം ആവശ്യമുള്ള ഏത് ഭവനങ്ങളിലും എപ്പോൾ വിളിച്ചാലും അവിടെ ഓടിയെത്തി അവരെ സഹായിക്കുവാനും ഞങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പോത്താനിക്കാട് ഈ ഒരു ഗ്രാമത്തിന് ഇത്തരത്തിലൊരു സ്ഥാപനം കൊണ്ട് ലഭിക്കുന്ന വലിയൊരു ദൈവാനുഗ്രഹം, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിലൂടെ ലഭിക്കുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒപ്പം സാറ് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒപ്പം ഈ ഒരു സ്ഥലം സാറ് നൽകി, ഒപ്പം ഇത്തരത്തിൽ സാർ വലിയൊരു സ്വപ്നത്തോടു കൂടി ഈ സിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചു. അത് വളരെ മനോഹരമായി പോകുന്നു. ഇപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിന് മുമ്പിൽ നിൽക്കുമ്പോൾ സാറിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും തികഞ്ഞ അഭിമാനമുണ്ട്. മാത്രമല്ല, ഇത് ഭംഗിയായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമായിട്ട് വളർന്നു കഴിഞ്ഞു. അറിയപ്പെടുന്ന ഒരു സ്ഥാപനം കേരളത്തിൽ ഒരുപാട് എല്ലാ സ്ഥലത്തും ഇതറിയാം, ഈ ബദനി ശലവും. അതുകൊണ്ട് വളരെ ആത്മസംതൃപ്തിയുണ്ട്.
വളരെ സന്തോഷമുണ്ട്. എന്തായാലും സാറിൻ്റെ ആഗ്രഹം പോലെ തന്നെ കൃത്യമായിട്ടുള്ളവരെ തന്നെ എത്തിയത് അല്ലേ? സിസ്റ്റർ ഷേബയെ പോലെയുള്ളവരുടെ നേതൃത്വത്തിൽ സിസ്റ്ററിൻ്റെ ലീഡർഷിപ്പ് വളരെ നന്നായിട്ട് ഈ സ്ഥാപനം നടത്തുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് സാർ ഈ സ്ഥാപനം തന്നതിൽ ഉപരി ഈ 21 വർഷവും സാറ് ഈ സ്ഥാപനത്തെക്കുറിച്ച് ഒരു ഒരു സ്വപ്നമായിരുന്നു. ഓരോ ദിവസവും ആരെ കണ്ടാലും സാർ ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയുകയും ഞാനിവർക്ക് നൽകിയാലും നിങ്ങളെല്ലാവരെയും അറിയണം, നിങ്ങളിവരെ സഹായിക്കണമെന്ന് പറയും. ഈ നാട്ടിലെപ്പം വന്നാലും സാറ് ഞങ്ങളെ കാണാൻ വരും, കുശലം അന്വേഷിക്കാൻ വരും. അന്നേരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും, മറ്റുള്ളവർ പറഞ്ഞ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഇന്നും ഞങ്ങൾക്കൊരു കാവൽ മാലാഖയാണ് സാറ്. ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഹൃദയം എന്ന് ഞാൻ സാറിനെ പറയുകയാണ് സാറിനെക്കുറിച്ച്. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് നന്ദി സിസ്റ്ററെ. ഒപ്പം നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ സേവനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈശോയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുക എന്ന് തന്നെയാണ്. പലപ്പോഴും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ അതിസമ്പന്നരായ ആളുകളും നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ വളരെ അതിദാരിദ്ര്യരായ പാവപ്പെട്ട ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് പേരെയും നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ദൈവമേ ചില ആളുകളെ അതിസമ്പന്നരായിട്ടും ചില ആളുകളെ അതിദരിദ്രരായിട്ടും നീ സൃഷ്ടിച്ചത്? എന്തുകൊണ്ടാണ് നീ ഒരു വിവേചനം മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാക്കിയത് എന്നൊക്കെ ഒരു പക്ഷേ പലപ്പോഴും ദൈവത്തോട് നമ്മൾ ചോദിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം നമ്മളിപ്പോൾ ഈ ഒരു ജോസഫ് സാറിൻ്റെ ഈ ഒരു അനുഭവങ്ങൾ കേട്ടതിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു ഉൾക്കാഴ്ച എന്നത് ദൈവം അതിസമ്പന്നരെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഭൂമിയിലെ അതിദാരിദ്ര്യത്തിൽ അല്ലെങ്കിൽ വേദനിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, ഇവർക്കൊക്കെ ഒരു കൈത്താങ്ങാകുക എന്നൊരു ലക്ഷ്യത്തോടെയാണ്. അങ്ങനെ സമ്പന്നരും ദരിദ്രരും അവർ കൈത്താങ്ങായി മാറുമ്പോൾ ഈ ഭൂമിയിൽ ഒരു ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുകയാണ്. ഇതായിരുന്നു ഈശോയുടെ ഏറ്റവും വലിയ സ്വപ്നം. എങ്കിലും ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഈശോയുടെ ആ സ്വപ്നം നിറവേറ്റുവാൻ തന്നെയാണ് ഇപ്പോൾ ജോസഫ് സാറ് ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നതും അദ്ദേഹത്തിൻ്റെ ഈ 90 വയസ്സ് പ്രായത്തിൽ പോലും ചുറുചുറുക്കോടുകൂടി ഏറ്റവും അധ്വാനത്തോടു കൂടി തന്നെ പാവങ്ങൾക്ക് വേണ്ടി ഓരോ നിമിഷവും അദ്ദേഹം ജീവിതം മാറ്റിവെക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു പ്രചോദനമായി നമുക്കെല്ലാം എടുക്കാം. പലപ്പോഴും ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് സമ്പത്തായിരിക്കാം, ആരോഗ്യമായിരിക്കാം, സമയമായിരിക്കാം, ഇതെല്ലാം ഇല്ലാത്തവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ മാറ്റിവെക്കാൻ നമുക്ക് ശ്രമിക്കാം. അതുവഴി ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടട്ടെ. ജോസഫ് സാറിൻ്റെ പ്രിയ ഭാര്യ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ചേച്ചിയുടെ പേര് മേരിക്കുട്ടിയാണ്. എനിക്ക് ചേച്ചിയോട് ചോദിക്കാമല്ലോ, ഇപ്പോൾ ഇത്ര നേരം ഞങ്ങൾ സാറിനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പ്രേക്ഷകരും. എങ്ങനെയായിരുന്നു ഇപ്പോൾ നിങ്ങളാ ഒരു നഴ്സിംഗ് ഹോം നടത്തിക്കൊണ്ടിരിക്കുന്നു, അതിനുശേഷം സാറ് ഇതെല്ലാം നമുക്ക് അവസാനിപ്പിക്കാം, ഇനി നാട്ടിൽ പോയി കുറച്ച് ചാരിറ്റി കാര്യങ്ങളെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു ആ സമയത്ത് തോന്നിയത്? എനിക്ക് അത്രയ്ക്കും ഒരു ഇംപ്രഷൻ തോന്നിയില്ല. ഐ തോട്ട് വൈ കാൻ വി ഡു ഇൻ ഓസ്ട്രേലിയ ഓൾസോ ദെയർ ആർ പീപ്പിൾ. പിന്നെ ഹി ലൈക്സ് ഹിസ് പ്ലേസ്, സോ ഐ അഗ്രീഡ് വിത്ത് ഹിം. ദാറ്റ്സ് അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അതൊരു ആശങ്കയോ അല്ലെങ്കിൽ കാരണം നമ്മൾ ഇത്ര നാൾ മാത്രം സമ്പാദിച്ചത് അല്ലെങ്കിൽ ഇത്ര നാൾ നമുക്ക് അതെല്ലാം പാവപ്പെട്ടവർക്ക് ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്നു, അങ്ങനെ ആശങ്കയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ദൈവം തന്നത് ദൈവത്തിൻ്റെ ആളുകൾക്ക് കൊടുക്കാനും പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മതിയല്ല, എന്തിനാ ഒരുപാട് വെച്ചുകൊണ്ടിരുന്നിട്ട്. വി ഡോണ്ട് ഹാവ് ടു. എങ്ങനെയായിരുന്നു നിങ്ങളുടെ മക്കൾ 2 പേരല്ലേ, അവരെ കുറിച്ചൊന്ന് പറയും. എൻ്റെ മകൻ ഇവിടെയാണ് ജനിച്ചത്, ലിസി ഹോസ്പിറ്റലിലാണ്. അത് കഴിഞ്ഞ് അവനൊരു 3-4 വയസ്സുള്ളപ്പോഴാണ് ഓസ്ട്രേലിയ കാബൂളിൽ പോയത്. എൻ്റെ ബ്രദർ അവിടെ ഉണ്ടായിരുന്നു, അംബാസിഡറിൻ്റെയൊക്കെ ഫ്രണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല ഒന്നും പാടുപെടാതെ ഞങ്ങൾക്ക് നല്ലൊരു ജോലിയും കിട്ടി. ഞങ്ങളവിടെ 3 കൊല്ലം നന്നായിട്ട് കഴിച്ചു. അന്നേരമാണ് ഞങ്ങൾ മാരിസ് ബ്രദേഴ്സിനെ കണ്ട് അവർ ഞങ്ങളെ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോയി. ഞങ്ങൾ 10-25 വർഷം പഠിപ്പിച്ചു. ആദ്യമൊക്കെ വലിയ പ്രയാസമായിരുന്നു അവരുടെ പഠിപ്പിക്കാമെന്ന് പറയണം. അവർ കണ്ടിട്ടില്ല നമ്മളെ. അങ്ങനെ കുറേ നാളങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പം ജോസ് കാൻ ബി ഓർഗനൈസ് സംതിങ് എൽസ്. അങ്ങനെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ. മക്കള് ഇപ്പോൾ ഒരാൾ കാർഡിയോളജിസ്റ്റാണ്, ഡോക്ടറാണ് അല്ലേ? ആള് അവിടെ തന്നെ പഠിച്ച്? അതെ അവിടെ പഠിച്ച്. ഓക്കെ. പിന്നെ ഒരാൾ
മകൾ. മകളാണ്. പുള്ളി എൻ്റെ ബിസിനസ്സിൽ കുറേ ആൾ ജോലി ചെയ്തിരുന്നു. മകള് അത് കഴിഞ്ഞ് ഷീ സ്റ്റിൽ വിത്ത് അസ്. ഓക്കെ, നിങ്ങൾ 6 മാസം ഇവിടെ നിൽക്കും അല്ലേ? 6 മാസം ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, 6 മാസം ഓസ്ട്രേലിയയിലായിരിക്കും. ഒരു റൂളുണ്ട് ഇവിടെ, എനിക്ക് 180 ഡേയ്സിൽ കൂടുതൽ ഇവിടെ താമസിക്കാൻ പറ്റില്ല. ബീങ് ആൻ ഓസ്ട്രേലിയൻ സിറ്റിസൺ. ഞങ്ങളെല്ലാം ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 6 മാസത്തെ വരുമ്പോഴേക്കും 180 ഡേയ്സ് വരുമ്പോൾ തിരിച്ച് ഞങ്ങൾ ഉടനെ ഓസ്ട്രേലിയയിലേക്ക് പോകും. ഓക്കെ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ കൂടുതൽ നാൾ താമസിച്ചാൽ താമസിക്കാനാണ് ഇഷ്ടം. ഐ ലൈക്ക് ഇറ്റ് ഹിയർ ഡൂയിങ് ദീസ് വർക്ക്. ദാറ്റ്സ് വൈ കീപ്പ് ഫിറ്റ്. എനിക്കാരും ഞാൻ എല്ലാ കാര്യങ്ങളും ചുറുചുറുക്കോടുകൂടി നടക്കുന്നത് ഈ ചാരിറ്റി വർക്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ്മെൻ്റ് ആയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ആ ദൈവം എനിക്ക് അതിനുള്ള പ്രചോദനവും അതിനുള്ള ആരോഗ്യവും തന്നിട്ടുണ്ട്. അതിൽ ഞാൻ പിന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ജീവിതമാണ് ഞങ്ങളുടേത്. പുള്ളി മേക്ക് മീ ടു ഡു എക്സസൈസ് ആൻഡ് ഹെൽത്തി ഫുഡ് ഉള്ളി അങ്ങനെ തന്നു. പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ആരോഗ്യമായിട്ട് ജീവിക്കുന്നത്. He is also 85 years old. ഓക്കെ. ഓക്കെ, എനിക്ക് ഇപ്പോൾ സാറിനോട് ചോദിക്കാനുള്ളത് അവസാനമായിട്ട്, ഇപ്പം എന്താണ് നമ്മുടെ ഇപ്പോൾ ഒരുപാട് പേര് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് നല്ല സമ്പാദ്യമുള്ളവരുണ്ട്. പക്ഷേ അത്തരത്തിൽ എല്ലാവരും തന്നെ ഒരുപക്ഷെ ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തികൾക്ക് ഒരുപാട് സമ്പാദിച്ചു കൂട്ടാനാണ് ഒരുപക്ഷെ ഒരു സാധാരണ ഒരു വ്യക്തി, ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം എപ്പോഴും അങ്ങനെയാണ്. എത്ര നിറഞ്ഞാലും പോരാ, ഇനിയും നിറയ്ക്കണം എന്നുള്ളൊരു ചിന്തയിലേക്കാണ് മിക്കവരും വരിക. അങ്ങനെയുള്ളവരോട് സാറിന് എന്താണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പുതുതലമുറ, ഇന്നത്തെ ഒരു വളർന്നു വരുന്ന തലമുറയുണ്ട്, അവരും ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തികളൊക്കെ മാതൃകയാക്കേണ്ടവരും കൂടിയാണ്. എന്താണ് സാറിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും ഇവരോടൊക്കെ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പണം സമ്പാദിക്കാം, അതിനുവേണ്ടി പ്രയത്നിക്കാം, മാന്യമായിട്ട് ജീവിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങൾക്ക് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ജോലി ചെയ്യണം, സമ്പാദിക്കണം. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്താൽ ഉണ്ടാകുന്ന അനുഭവം ഒന്ന് വേറെ തന്നെയാണ്. ഓരോരുത്തരും അത് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിച്ചാൽ അവർക്ക് മനസ്സിലാകും. വെൻ യു ഷെയർ സംതിങ് വിത്ത് യുവർ ഫ്രണ്ട്സ്, വെൻ യു ഷെയർ പാർട്ട് ഓഫ് യുവർ earnings or your wealth, you share with your friend, the people who are not well enough, അത് കൂടുതലായിട്ടൊരു സന്തോഷവും സമാധാനവും ദൈവത്തോടുള്ള നമ്മുടെ അടുപ്പത്തിൽ കൂടുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കതൊരു അനുഗ്രഹമായിട്ട് വരും. യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. നമ്മളെക്കാൾ കുറവുള്ളവർ, കഷ്ടത അനുഭവിക്കുന്നവർ, രോഗികൾ, ദരിദ്രരേഖയിൽ താഴെയുള്ളവർ, എല്ലാവരെയും ഇങ്ങനെ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ആനന്ദം, അതിൽ നിന്നുള്ള സന്തോഷം, സംതൃപ്തി ഒന്ന് വേറെ തന്നെയാണ്. അതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയാൽ നല്ലതാണ്. ആ ഒരു സംതൃപ്തിയും സന്തോഷം എല്ലാവരും ഒന്ന് അനുഭവിച്ചറിയണം. ഇങ്ങനെ സമ്പത്തുള്ളവർ, ഒരുപാട് ദൈവം കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുള്ളവർ പലപ്പോഴും അത് അനുഭവിച്ച് തന്നെ അറിയാം. അവസാനം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സാർ, ഇപ്പോൾ 6 മാസം കൂടി ഉണ്ട്, 6 മാസം ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഈ ആ സമയങ്ങളിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും ഒക്കെ ആരാണ്? എൻ്റെ അസാന്നിധ്യത്തിൽ ഇത് നോക്കുവാൻ ഓഫീസിൽ 2 സ്റ്റാഫുണ്ട്. ഒന്ന് ഷാജി എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നവരെ, ഇവിടെ അപേക്ഷകൾ, സഹായത്തിന് വരുന്നവരുടെ അപേക്ഷകളൊക്കെ മേടിച്ച് വയ്ക്കുക, ഡയറക്റ്റ് ചെയ്യുക. എന്നെ മാസത്തിൽ 1-2 പ്രാവശ്യം കോണ്ടാക്റ്റ് ചെയ്യും. പിന്നെ ഇതിന് മുഴുവൻ ചാർജായിട്ട് ഞാൻ നൽകിയിട്ടുള്ളത് എൻ്റെ നെഫ്യൂവിനെയാണ്, പെങ്ങളുടെ മകൻ. അവൻ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നോക്കി നടത്തുന്നുണ്ട് സോഫാർ. പിന്നെ ഈ ഒരു ചിന്ത അല്ലെങ്കിൽ രീതിയിലുള്ള ആളാണ്. ഫിലോസഫി വളരെ സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ ജോസിന്റെ അനന്തരവനും അവർ 2 പേരും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യരാണ്. വെരി ഹാപ്പി. ഞങ്ങൾ മരിച്ചു പോയാലും അവരത് കണ്ടിന്യൂ ചെയ്തോളും. ദാറ്റ്സ് വെരി
പിന്നെ ട്രസ്റ്റീസ് ഉണ്ട്, ഒരു 10 പേരുണ്ട് ട്രസ്റ്റീസ്. അവരെല്ലാം തന്നെ കുറേ പേര് ഇവിടെ ചെറുപ്പക്കാരാണ്. അവരൊക്കെ ഇത് നോക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എനിക്ക്. തീർച്ചയായിട്ടും. എന്തായാലും സാറിൻ്റെ ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കാരുണ്യ പ്രവൃത്തികളെല്ലാം ഇത് ഒരുപാട് പേർക്ക് ഒന്ന് പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് തന്നെ ആശംസിക്കാം. കാരണം സാറ് ഈ ഇതിൽ എറണാകുളം ജില്ല അല്ലെങ്കിൽ ഈ ഒരു പോത്താനിക്കാടിന് നാടിന് മുഴുവൻ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി പല മേഖലകളിൽ ലോകം മുഴുവനും പലർക്കും കാണുമ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരുവാനുള്ള ഒരു പ്രചോദനവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഒപ്പം സാറിനും കുടുംബത്തിന് ചേച്ചിക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കണം ഇത്ര നേരം നമ്മോടൊപ്പം സംസാരിച്ചതിനും ഒപ്പം സാറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവച്ചതിനും. താങ്ക് യു. താങ്ക് യു.